ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ നാപ്റ്റോളിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയേണ്ട ഗൈസ്, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാം. ഗൈസ്, അപ്പോൾ നമുക്കുണ്ടല്ലോ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്താ നോക്കാം. ഇതാണ് നമ്മുടെ മൊബൈൽ എന്ന് പറയുന്നത്. വളരെ നമുക്ക് സ്ലീക്കാണ്, വളരെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, വളരെ ഹാൻഡിൽ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ മൊബൈലാണിത്. ഈ ഒരു ടോർച്ച് നിങ്ങൾ നോക്കുക, വളരെ ഭംഗിയായിട്ടുള്ള ബിഗ് ടോർച്ചാണ് നിങ്ങൾ കാണുന്നത്. അതെ അതെ അതെ, ബിഗ് ടോർച്ചാണ് നിങ്ങൾ കാണുന്നത്. ഒരു ബിഗ് 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 ടോർച്ച് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. എന്താ നട ഇത്, മിന്നാമിനിങ്ങ? ബാക്കി പറ. ഈ സ്ക്രീൻ വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതെ, എത്ര സ്ട്രോങ് ആണ് നമുക്ക് നോക്കാം. അതെ അതാണ് നമുക്ക് കാണേണ്ടത്. എത്ര 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 സ്ട്രോങ് ആണെന്നാണ് നമുക്ക് കാണേണ്ടത്. കാണിക്കേ. ഇത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഞങ്ങൾ കാണിച്ചു തരാണ്. എത്രത്തോളമാണ് ആന്റി സ്മാഷ് ആണ്. അതോടൊപ്പം തന്നെ നോക്കാം, ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ നോക്കുക, എത്ര തന്നെ ചുറ്റികൾ അടിച്ചാലും യാതൊരു പ്രോബ്ലവും ഇല്ല, യാതൊരു പ്രോബ്ലവും ഇല്ല. എന്റെ പൊന്നടാവേ, എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിക്കും, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? ഒന്നുകൂടി കാണിച്ചേ. ഏറ്റവും വലിയ പ്രത്യേകത, എത്ര തന്നെ ചുറ്റികൾ അടിച്ചാലും യാതൊരു പ്രോബ്ലവും ഇല്ല, യാതൊരു പ്രോബ്ലവും ഇല്ല. യാതൊരു പ്രോബ്ലം ഇല്ല ഗൈസ്. ചെറുതായിട്ട് ഗ്ലാസ് ഒന്ന് പൊട്ടുന്നു മാത്രം, വേറെ ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ ഗൈസ്, നമുക്ക് എന്തായാലും നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താന്ന് നോക്കാം. റിയൽ ഹെലികോപ്റ്റർ പോലെ ഇവിടെ നിങ്ങൾ ഓൺ ഓഫ് ബട്ടൺ കാണുന്നുണ്ട്. ഇത് ഓൺ ചെയ്താൽ മാത്രം മതി. അതിനുശേഷം റിയൽ ഹെലികോപ്റ്റർ പോലുള്ള, അതെ, റിയൽ ഹെലികോപ്റ്റർ അടിയിൽ ഓൺ ചെയ്യാ. എന്താ, പോരട്ടെ ഇങ്ങോട്ട്. ഹോൾഡ് ചെയ്യുക. 1 2 3 3 സെക്കൻഡുകൾക്കുള്ളിൽ അത് വർക്ക് ചെയ്യുന്നതാണ്. മണി 4 ആകാറായി. ഇപ്പൊ ശരിയാക്കി തരാം. ബാക്കി പോരട്ടെ. ഇത് പറക്കോ ഇല്ലോ കാണണല്ലോ നമുക്ക്. എൻജോയ് ചെയ്ത് നമ്മൾ കളിക്കാൻ പറ്റുന്നതാണ്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെൻസർ ചെയ്ത് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ നിങ്ങളും റെഡിയാകാം. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു ടോയാണ് അത്. ഇതോ, ഇത്രയും വലിയ പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടും ആരൊക്കെ ഇത് മേടിക്കുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത പ്രൊഡക്റ്റ് എന്താ നോക്കാം. ഇതാണ് പുതിയ ടെക്നോളജി, വയർലെസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ വയർലെസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ്. നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു ഹെഡ്സെറ്റിൽ വയർലെസ് ഹെഡ്സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വയേർഡ് അല്ല, നമുക്ക് ചുരുങ്ങി പോകും. അതെ, വയർലെസ് ഹെഡ്സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം വയേർഡ് അല്ല. വയർലെസ് ഹെഡ്സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം വയേർഡ് അല്ല. ബാക്കി പറ. നമ്മുടെ വയർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും പ്രോബ്ലം വരില്ല. അതെ, നമ്മുടെ വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ പ്രോബ്ലം വരുന്നില്ല. പറയുന്നത് കുറച്ചൊക്കെ മണ്ടത്തരായ കുഴപ്പമില്ല എന്ന് വെക്കാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വിടാം. ഇത് ഫുള്ള് മണ്ടത്തരായ എന്നാ ചെയ്യും? വയർ നമുക്ക് വരുന്നില്ല, കാരണം ഇതിൽ വയർ നമുക്ക് വരുന്നില്ല. അതെ, ഇത്രല്ലാണ് നമ്മുടെ ഫോണിനകത്ത് സ്പീക്കറിന് വല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് 20,000-30,000 കൊടുത്ത് നമുക്ക് ഫോൺ ഒന്ന് മാറ്റാൻ പറ്റും. 20,000-30,000 കൊടുത്ത് ഫോണ് മാറ്റാൻ പറ്റില്ല. അതെ, കറക്റ്റ്. അത് കറക്റ്റ് ആട്ടോ. പക്ഷേ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നാ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞേ. നമ്മുടെ ഫോണിനകത്ത് സ്പീക്കറിന് വല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പീക്കറിന് വല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ സ്പീക്കറിന് 1 മിനിറ്റ്. അതെ, 156 രൂപ, 299 രൂപ. ഐഫോണിൻ്റെ സ്പീക്കറിന് വരെ ഓൺലൈനിൽ 156 രൂപ കാണിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എന്താ നോക്കാം. ഡിസ്പ്ലേ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ബിഗ് സ്ക്രീൻ ആണ്, 13.9 സെന്റിമീറ്റർ, അതായത് 5. അതെ, ബിഗ് സ്ക്രീൻ ആണ്. ബിഗ് സ്ക്രീൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബിഗ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ബിഗ് സ്ക്രീൻ ആണ്. അപ്പൊ മാത്രമല്ല, ഇവിടെ നമുക്ക് വേഗം തന്നെ വിളിക്കുക, ഓർഡർ പ്ലേസ്. ഒരുപാട് ഓർഡേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമുക്ക് നോർമലി ഒരു വീഡിയോ കോളും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി, അത് മാത്രമല്ല നമുക്ക് സ്ക്രീനും വലുതായിരിക്കും. എന്ത് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് ഹാങ് ആവുന്നില്ല, കാരണം അത്രയ്ക്കും നല്ല പ്രോസസ്സർ ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് വന്നേക്കുന്നത്. ഒക്കെ സമ്മതിച്ച്. ഗെയിം കളിച്ചാൽ ഹാങ് ആവുക ചേച്ചി? ഗെയിമിംഗ് എക്സ്പീരിയൻസ്, റേസിംഗ് ഗെയിം ആയിക്കോട്ടെ, ആക്ഷൻ ഗെയിംസ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് നല്ല. ഒന്നുകൂടെ കാണിച്ചേ. ഇത് വെറൈറ്റി ഗെയിമാണല്ലോ. മുകളിലോട്ട് ഞെക്കുമ്പോൾ താഴോട്ടാണ് പോകുന്നത്, റൈറ്റിലോട്ട് ഞെക്കുമ്പോൾ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ. സംഭവം വേറൊന്നുമല്ല, അവിടെ വീഡിയോ ഓണാക്കി വെക്കുന്നതാണ്. നാപ്റ്റോളുകാരോടാ കളി. ഇതിൽ വേറെ ഏതാ ഗെയിം ഉണ്ടോ നോക്കട്ടെ. റേസിംഗ് ഗെയിം ആയിക്കോട്ടെ, ആക്ഷൻ ഗെയിംസ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു റേസിംഗ് ഗെയിം. പക്ഷെ ചെറിയൊരു പ്രശ്നം കണ്ടോ ഗൈസ്,
ഈ ബ്രേക്ക് ചവിട്ടുമ്പോൾ എങ്ങനെ ഈ വണ്ടി മുമ്പോട്ട് പോകുന്നെന്ന് എനിക്ക് അറിയാൻ മേലാത്ത. അയ്യോ എന്തൊക്കെ കാണണമല്ലേ. എന്തായാലും അടുത്ത പ്രൊഡക്റ്റ് വാ. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്ന വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കാർ ഫ്ലിപ്പ് ഫോൺ ആണ്. വെറും 1000 കാർ ഫ്ലിപ്പ് ഫോൺ K19. കൊള്ളാലോ, കാറിനെ പോലുള്ള ഫോണ്. ഇതെന്താ ലംബോർഗിനിയോ? ബാക്കി പറ. 499. നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ അതിന്റെ ലുക്സിനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ? അതെ ഫോൺ വാങ്ങുമ്പോൾ അതിൻ്റെ ലുക്സിനാണ് ഇമ്പോർട്ടൻറ്റ്. മോനെ നിന്റെ ലുക്കിലല്ല വർക്കിലാണ് കാര്യം. അതെങ്കിലും മനസ്സിലാക്ക്. ബാക്കി പറ. നല്ല രീതിയിലുള്ള ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ബാക്ക് പാനൽ നിങ്ങൾ നോക്കുക, പെർഫെക്റ്റ് ഗ്രിപ്പിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റൈലിഷ്. അതിലെ ടയറൊക്കെ കണ്ടോ നിങ്ങൾ? ടയർ എനിക്കൊന്ന് സ്പീക്കറാണെന്ന്. ആ ഒരു കാറിന്റെ ഡിസൈന് തന്നെ ഇതിന് ഏറ്റവും നല്ല ഒരു ലുക്സിന് വേറൊരു ലെവൽ ഉണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്യാം, ക്യാമറ വരുന്നുണ്ട്, അതുപോലെ ഓഡിയോ പ്ലെയർ നമുക്ക് വരുന്നുണ്ട്, 2 സിം കാർഡ് ഒഫീഷ്യലായിട്ട് പേഴ്സണലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതെ വളരെ 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 മികച്ച ഫീച്ചേഴ്സാണ് ഈ ചേട്ടൻ ഇവിടെ ഇരുന്ന് ഒരു കള്ളിയിലിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീഡിയോ വരുന്നുണ്ട്, ക്യാമറ വരുന്നുണ്ട്, ഓഡിയോ പ്ലെയർ വരുന്നുണ്ട്, 2 സിം കാർഡ് പേഴ്സണലായിട്ടും ഒഫീഷ്യലായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിന്റെ ബെസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി പറ. ഗൈസ് നിങ്ങൾ ഇതിലെടുത്ത ഫോട്ടോ നിങ്ങൾ കണ്ടോ ഗൈസ്? എൻ്റെ ചേച്ചി, ഇതാരുമായത്? ഇത് ഏത് ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആയത്? എന്നാലും എൻ്റെ ചേച്ചി കൊള്ളാം കേട്ടോ, പോസൊക്കെ കൊള്ളാം. അപ്പോൾ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാർ ഫോൺ മേടിക്കേണ്ടതാണ്. കാർ ഫോണല്ല, കാർ ഫ്ലിപ്പ്. അതെ, കാർ ഫ്ലിപ്പ് ഫോൺ K19 എന്ന് പറയുന്ന ഫോൺ മേടിക്കേണ്ടതാണ്. 1499 രൂപ. ഓക്കെ, തന്നെ വിളിക്കാം. ഞങ്ങൾ രണ്ടൊരു ബ്രേക്കിന് പോവാൻ നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾ മിസ് ചെയ്യലും ഏറ്റവും നല്ലൊരു മൊബൈലാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോകുന്നത്. അതെ, ചേട്ടന്മാർ പറഞ്ഞ് തൊണ്ടയിലെ വെള്ളം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചേട്ടന്മാർ ബ്രേക്കിന് പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് അടുത്തത് കാണാം. എക്സ്ക്ലൂസീവ് ലോഞ്ച്. ഇന്ന് നിങ്ങൾക്കായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണായിട്ട് നിങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ന് അതിന്റെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നു. ഇതാണോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണ്? ബിഗ് സ്ക്രീൻ. ബിഗ് സ്ക്രീൻ എന്റർടൈൻമെന്റ് ഫോൺ. എന്റെ പൊന്നടാവേ, ബിഗ് സ്ക്രീൻ. ഇത് കണ്ടല്ലോ രഞ്ജിത്തെ, നല്ല ക്യാമറ. നമ്മുടെ സ്റ്റുഡിയോ ക്യാമറയിലല്ല കാണുന്നത്, നിങ്ങൾ ഈ ക്യാമറയിലൂടെയാണ് നിങ്ങൾ കാണുന്നത്. സ്റ്റുഡിയോ ക്യാമറയോടെ അല്ല നിങ്ങൾ കാണുന്നത്, നിങ്ങൾ ആ ഫോണിന്റെ ക്യാമറയോടെ കാണുന്നത് ഗൈസ്. വേറെ ലെവലാട്ടോ ഈ നാപ്ടോളുകാരെന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ, സത്യമായിട്ട് വേറെ ലെവലാണ്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് പറയാം, നല്ല ബിഗ് സ്ക്രീൻ ആണ്. നിങ്ങൾ സാധാരണ സ്മാർട്ട് ഫോൺസിൽ കാണുന്നത് പോലെ തന്നെ വലിയ ബിഗ് സ്ക്രീൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സാധാരണ സ്മാർട്ട് ഫോണിൽ കാണുന്നത് പോലെ തന്നെയുള്ള വലിയ ബിഗ് സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കണ്ടുനോക്കാം. അതെ, സാധാരണ സ്മാർട്ട് ഫോണിൽ കാണുന്നത് പോലെയുള്ള ബിഗ് സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ നല്ലതാണ്. എന്നാൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആളുകൾക്കോ? ഹോസ്റ്റലിൽ നിൽക്കുന്ന ആളുകൾ നായനറിയാനാ? നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണാണ്. കോളേജ് ഗോയിങ് ഗൈസ്. അതെ ഫോട്ടോ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കൽ, ആ ഫോണിനോടുള്ള ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും വളരെ പെർഫെക്റ്റ് ആണ്. നമുക്ക് MD ലൈനിൽ വീണ്ടും വരികയാണ്. ഹലോ MD சார் ഫോണിനെ കുറിച്ച് എന്തെങ്കിലും പറയൂ സാർ. ஹலோ ரஞ்சித், என்னன்னா இப்ப வந்து நிறைய பேர் ஆர்டர் பண்றாங்க, 3 போன் வேணும் 4 போன் வேணும்னு சொல்றாங்க. ஏன்னா பிரைஸ் இருக்கிறதுனால இட்ஸ் ஹம்பிள் ரெக்வெஸ்ட், ஒரு மொபைலுக்கு 2 ഫോൺ மட்டும் தான் ஆர்டர் பண்ண முடியும். ഒരു മൊബൈലിക്ക് 2 ഫോണോ? ഇതിൽ ഒരു അലേർട്ടാണ് നിങ്ങൾ ഒരുപാട് ആൾക്കാർ വിളിച്ച് ബൾക്കായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഒരു ഫോൺ നമ്പർ നിങ്ങൾ വിളിക്കുന്ന നമ്പറിൽ നിന്ന് ഒരൊറ്റ ഓർഡർ മാത്രമേ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ദയവായി നിങ്ങൾ ബൾക്കായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാതിരിക്കുക, കാരണം സ്റ്റോക്ക്. അതെ ഗൈസ്, നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഫോൺ ബൾക്കായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാതിരിക്കുക. ഓക്കെ, കാരണം സ്റ്റോക്ക് ഇല്ല പോലും. അതുകൊണ്ട് എൻ്റെ പൊന്നു ചേട്ടാ, ഉള്ളതും കൂടെ പോക്കണ്ട. ആകെ 4-3 പേരായിട്ട് മേടിക്കാൻ തന്നെ പോകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ MD ലൈനിൽ ചേരുന്നുണ്ട്. MD പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബൾക്കായിട്ട് ഒരുപാട് ആളുകൾ ഒരു ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ഒരുപാട് ഫോൺ ബുക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നമ്പർ നിങ്ങൾക്ക് ഒരു ഫോൺ മാത്രമേ ബുക്ക് ചെയ്യാൻ സാധിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ. എന്തായാലും ഈ 2021 മികച്ച ആക്ടിങ്ങിനുള്ള അവാർഡ്
അത് കൊടുത്തോ ആവോ അറിയത്തില്ല. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ചേട്ടന് കൊടുക്കണം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അത് അടുത്തൊരു ഫോൺ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. മലയാളം ഉൾപ്പെടെ നിങ്ങൾക്ക് ഒരുപാട് ഭാഷകൾ ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടും നല്ല ബാറ്ററി ബാക്കപ്പോടും കൂടിയുള്ള ഒരു ഫോൺ ആവശ്യമാണെങ്കിൽ ഇതാണ് ബെസ്റ്റ് ചോയ്സ്. മലയാളത്തിലായിക്കോട്ടെ, അല്ല തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? അത് തമിഴ്നാട്ടിൽ പോയിട്ട് മലയാളം സെലക്ട് ചെയ്യാൻ പറ്റൂലേ? ഇല്ലേ? ടൈം എന്ന് പറയുന്നത് സ്റ്റാൻഡ് ബൈ ടൈം നമുക്ക് നല്ല ഒരുപാട് നേരം നമുക്ക് ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട്. ഡിജിറ്റൽ ക്യാമറ അതാണ് നിങ്ങൾ കാണുന്നത്. ഡിജിറ്റൽ ക്യാമറ. ഗെയിംസ്. ഇനി രാവിലെ നമുക്ക് അലാം സെറ്റ് ചെയ്യാനായിട്ട് കാൽക്കുലേറ്റർ. ഒന്നുകൂടെ പറഞ്ഞേ. ഇനി രാവിലെ നമുക്ക് അലാം സെറ്റ് ചെയ്യാനായിട്ട് കാൽക്കുലേറ്റർ. രാവിലെ നമുക്ക് അലാറം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റർ ഉണ്ട് പോലും. എൻ്റെ പൊന്നേട്ടൻ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പൊട്ടനാണോ അല്ലെങ്കിൽ പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ? രാവിലെ അലാറം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റർ ഉണ്ട് എന്ന്. എൻ്റെ പൊന്നടാവേ, എന്നാലും എൻ്റെ ചേട്ടനെ ഞാൻ സമ്മതിച്ചു കേട്ടോ. എന്തായാലും എല്ലാവരും അലാറം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത പ്രൊഡക്റ്റ് എന്താ നോക്കാം. ഇതെന്താ സാധനം? ചോപ്പർ. ഓക്കെ, ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സവോള പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അരിഞ്ഞിടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്രന്ന് വലിച്ചിടുന്ന ഒരു അരിഞ്ഞെടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ചോപ്പർ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് എല്ലാ കഷ്ണങ്ങളും നമുക്ക് കഷ്ണങ്ങളാക്കാൻ പറ്റും. എല്ലാവരും കൊള്ളാം. എല്ലാ കഷ്ണങ്ങളും കഷ്ണങ്ങളാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഗൈസ് ചോപ്പർ. ചോപ്പറിന് വെറും 399 രൂപ മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ളവർ വാങ്ങുക. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ബാക്കി കണ്ടു നോക്കാം. അതെ, ചക 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 എന്നൊക്കെയാണ് ഈ സവോളൊക്കെ അങ്ങനെ മുറിച്ചിടുന്നത്. എന്തായാലും കൊള്ളാം. എളുപ്പത്തിലുള്ള പണി. നമ്മൾ നോർമലായിട്ട് ഓണിയനൊക്കെ കട്ട് ചെയ്യുമ്പോൾ നോക്കി മീറ്റ് എന്തൊരു കഷ്ടപ്പെടുമെന്ന്. പക്ഷെ രഞ്ജുവേട്ടന്റെ വെട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാമേ. അതെ, രഞ്ജുവേട്ടൻ്റെ വെട്ടാണ് വെട്ട്. രഞ്ജുവേട്ടൻ വേറെ ലെവലല്ലേ. അത്രയ്ക്ക് എളുപ്പത്തിൽ ചോപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് മാനുവൽ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് സീരിയലൊക്കെ കണ്ടുകൊണ്ടൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അതെ അതെ, കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് സീരിയലൊക്കെ കണ്ടുകൊണ്ട് മുറിച്ചിടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചോപ്പർ എന്ന് പറയുന്നത്. അതെ, കറണ്ട് ഇല്ലാത്ത സമയത്ത് സീരിയൽ കാണുക. എങ്ങനെ ഇരിക്കണേ? അപ്പോൾ ഗൈസ്, നമ്മുടെ 5ാമത്തെ നാപ്ടോണിൻ്റെ വീഡിയോ ആയിരുന്നു ഇത് എന്ന് പറയുന്നത്. അവസാനമായിട്ട് ഞാൻ ഇട്ടത് 10 മാസം മുമ്പാണ് 4ാമത്തെ പാർട്ട് ഇട്ടത്. അതിനുശേഷം ഞാൻ ഇന്നാണ് വീഡിയോ ഇടുന്നത്. ഇനി വീഡിയോ ഉണ്ടാകുമോ അറിയില്ല. ഇത് തന്നെ ഞാൻ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ചക 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 എന്നിങ്ങനെ മുറിച്ചെടുത്തതാണ്. റീസൺ വേറൊന്നുമല്ല ഗൈസ്, ഇവരുടെ ചാനലിൽ നിന്ന് ഇവർ ഒരുപാട് വീഡിയോസ്, ഒരുപാടല്ല 2 വർഷം മുമ്പേയുള്ള വീഡിയോസൊക്കെ കാണുന്നത്, ഒരുപാട് വീഡിയോസ് ഇവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ടിവിൻ്റെ മുമ്പിൽ ക്യാമറയും പൊക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവർ വീഡിയോസ് മുഴുവൻ എല്ലാ പ്ലാറ്റ്ഫോമൊന്നും കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നാപ്ടോളിൻ്റെ വീഡിയോ ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഗൈസ്.